ഞാനും അമ്മയും കൂടി ഒരു ഇല തേടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴി നല്ല തോടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു വീഡിയോ എടുത്താലോ, ഒന്ന് അങ്ങനെ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ തോടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു നെൽപ്പാടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതാ ഒരു ഫ്ലവർ കണ്ടു, ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു പൂവ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു വിരിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അമ്മക്കൊരു തേങ്ങ കിട്ടി. ഇതാ ഈ തോട്ടിലൂട്ടി ഒലിച്ച് വരികയായിരുന്നു ആ ഒരു തേങ്ങ കേട്ടോ. അപ്പോൾ ഇതാ ഇത് മുണ്ട ഓലയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, പണ്ട് കാലങ്ങളിൽ പായൊക്കെ മടയാൻ വേണ്ടിയിട്ട് ഈ ഓലയാണ് ഉപയോഗിച്ചിരുന്നത്. മുണ്ട ഓല എന്നാണ് കേട്ടോ പറയാം. ഈ വയൽ നിറയെ സൂര്യകാന്തി പൂവാണ്. അപ്പോൾ നടന്നു വരുന്ന വഴിക്ക് ഇതൊരു ചേറുമരമാണ് കേട്ടോ. ഈ ചേറുമരത്തിൻ്റെ കായോ അല്ലെങ്കിൽ അതുപോലെ ഇലയോ നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ചൊറിഞ്ഞിട്ട് അതുപോലെ തന്നെ പുറത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇല കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ തേടി വന്ന ഇല. ഇതാണ് തകരിയില അല്ലെങ്കിൽ തവരിയില എന്നൊക്കെ പറയും കേട്ടോ. ഇതിൻ്റെ തിരിയാണ് നമ്മൾ പൊട്ടിച്ചിട്ട് ഉപ്പേരിക്ക്, അതായത് വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണമുള്ള പിന്നെ ഇലയാണ് കേട്ടോ. അപ്പോഴേക്കും നല്ലൊരു മഴ വന്നു. എന്നാലും ഞാനും അമ്മയും കൂടി ആവുന്ന പോലെ പറിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് വന്നു. അപ്പം ഇതാണ് കേട്ടോ ഇല എന്ന് പറഞ്ഞത്. നല്ല ഇലയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. മഴക്കാലങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലയാണ് കേട്ടോ തകരിയില എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് പൊന്നാലി എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതാരും അങ്ങനെ തോരൻ വെക്കുന്നൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് തകരിയില എന്ന് പറയുന്നത്. അപ്പോൾ മൂത്തത് ഉപയോഗിക്കില്ല കേട്ടോ, ഇതിൻ്റെ തിരി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അമ്മ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആവാത്തത് കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അപ്പോൾ പോയപ്പോൾ തന്നെ തിരി ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ടാണ് കുറച്ച് പറിച്ചിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് അതായത് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ തകരിയിൽ മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് വാടി കിട്ടിയതുകൊണ്ട്. പിന്നെ അത് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സൂപ്പറാണെങ്കിലും അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചീരിയൊക്കെ വെക്കുന്നില്ല, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഔഷധ ഗുണമുള്ള, കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടുന്ന നല്ലതാണ്. അപ്പം അപ്പോഴേക്കും ഇത് തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിന് ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ഇടാഞ്ഞത്. അച്ചൂട്ടിനും ആരൂട്ടിനും സ്കൂളൊക്കെ വിട്ട് വന്ന അവിടെ തന്നെ അവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹോംവർക്കൊക്കെ ചെയ്തതും അതുപോലെ തന്നെ അവിടുന്ന് ചെയ്ത വർക്ക്സിനൊക്കെ ടീച്ചർ സ്റ്റാർ കൊടുത്തതൊക്കെ ഉണ്ടാവില്ല, അത് എന്നെ കാണിക്കലാണ്. അത് അവർക്കൊരു സന്തോഷമാണ്, കാണുന്ന എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മേനെ കാണിക്കലാണ്. ഇങ്ങനെ എനിക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, 2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, ഇന്നത്തെ ഹോംവർക്ക് ഇതൊക്കെയാണ് അമ്മയെന്നൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ വന്ന ഉടനെ ഞാൻ രണ്ടാളെയും കുളിപ്പിക്കാറുണ്ട് കേട്ടോ. വന്നൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കളിച്ചിട്ടൊക്കെയാണ് ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പന്മാരായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് ഫുഡ് കഴിക്കാൻ വരാൻ ഭയങ്കര മടി. അപ്പോൾ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് എന്നിട്ടൊന്നും വരുന്നുണ്ടായിട്ടില്ല. കുറേ സമയമൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമേന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇവിടുന്ന് ബെഡ് കയറി തുള്ളുകയാണ്. ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ടാളും യോഗ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ രാവിലെ എണീറ്റിട്ട് യോഗ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് ഇതുപോലെ തലയും കുത്തി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു അതായത് എവിടെയെങ്കിലും തലമുട്ടോ എവിടെയെങ്കിലും വേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് വഴക്ക് കൂടുകയാണ്. പിന്നെ രണ്ടാളും ചാട്ടും ഓട്ടവും ഒക്കെ തന്നെയാണ്. നിലത്തൊന്നും ആയിരിക്കില്ല, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാളുടെയും പരിപാടി കേട്ടോ. പിന്നെ ലാസ്റ്റ് വേദനയൊക്കെ എടുത്ത് കരഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പിന്നെ ഞാനിനി ആശ്വസിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്ന. ഇത്രയും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരിക. അപ്പോൾ പിന്നെ രണ്ടാളും കൂടി അടിയായിട്ടോ. എന്നിട്ട് അടിയായിട്ട് കരയാണ്. ഇവരിവിടെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ, എൻ്റെ പിറകിൽ വന്ന് നിന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. ചില ദിവസങ്ങളിൽ ചോറാണ് കൊടുക്കാറ്. അപ്പോൾ കുറച്ചൊക്കെ ചോറൊക്കെ കഴിച്ച് അപ്പോഴേക്കും ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് നെല്ലിക്ക വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തലേദിവസം ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക കേട്ടോ. അപ്പോൾ നെല്ലിക്ക രണ്ടാളും കൂടി എടുത്ത് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇന്നലെ ഇട്ട് വെച്ചതാണ്, ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ടാളും. എന്നിട്ട് പിന്നെ മുറ്റത്ത് പോയിട്ട് കുറച്ച് സമയം കളിക്കും, വണ്ടിയൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടി കുറച്ച് സമയം കളിക്കും കേട്ടോ മുറ്റത്തുനിന്ന്. അപ്പം ഈ വണ്ടി എടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ടാറ്റാ, ബൈ.